ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ രുചികരമായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫ്രൈഡ് റൈസാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ടുള്ള വെള്ളം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ കുതിർത്തിയിടാം. നമ്മുടെ വെള്ളം ഇവിടെ ചൂടായി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു തവി വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങി. അപ്പോൾ നമുക്കിതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് അരി കട്ട പിടിക്കാതിരിക്കാനും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനുമാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. ഇനി നമുക്ക് കഴുകിയെടുത്ത അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഒരു 80% വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് നമ്മുടെ അരി വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് റൈസിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ പൊരിച്ചതിൻ്റെ ബാക്കി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയുള്ള ഓയിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മുട്ട ചിക്കിയെടുക്കാം. നമുക്ക് മുട്ട ഇതുപോലെ നമുക്കൊന്ന് ചിക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കോഴി പൊരിച്ച സൺഫ്ലവർ ഓയിൽ ബാക്കിയുള്ളതും പിന്നെ കുറച്ച് വേറെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്താണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 വെളുത്തുള്ളി അല്ലി ചോപ്പ് ചെയ്തത് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. 2 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കാം. 2 സെക്കൻഡിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ബീൻസ്, 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്, 2 വലിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ക്യാപ്സിക്കം, 1.5 ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാബേജാണ്. ഞാനിവിടെ 1 കപ്പ് ക്യാബേജ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാനായിട്ട്. എല്ലാ ഭാഗവും നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ മുട്ട ചിക്കിയത് നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് ഇത് നമുക്ക് വഴറ്റണം. തീ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഗാർലിക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. സോയാ സോസ് ഉപ്പുള്ളതിനാലാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. നോക്കിയതിന് ശേഷം മാത്രം പച്ചക്കറിയിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ചോറിൽ നമ്മൾ ഉപ്പിട്ട് ഊറ്റിയതാണ്. പിന്നെ നമ്മുടെ സോയാ സോസിലും ഉണ്ടാവും ഉപ്പ്, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഊറ്റി മാറ്റി വെച്ചിരുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് ചെരിഞ്ഞു കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒരു മരത്തിൻ്റെ തവി വെച്ച് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം.
എല്ലാ ഭാഗവും മിക്സാക്കി കൊടുക്കണം. മിക്സിങ്ങിലാണ് ഫ്രൈഡ് റൈസിൻ്റെ രുചിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതായി ശ്രദ്ധിച്ച് വേണം ഒന്ന് മിക്സാക്കി കൊടുക്കാനായിട്ട്. എല്ലാ ഭാഗവും ഇളകി ഇതിൽ മിക്സായി കിട്ടണം. വളരെ രുചികരമായ ഒരു ഫ്രൈഡ് റൈസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി നമുക്കൊന്ന് വിതറി കൊടുക്കാം. ഇതിൻ്റെ മീതേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറിയിട്ട് വീണ്ടും നമുക്ക് തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ രുചികരമായ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. തീ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ എപ്പോഴും ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണേ. വളരെ രുചികരമായ നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെയായിരിക്കും നമ്മുടെ ഈ ഫ്രൈഡ് റൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.